ഗൈസ് പ്ലീസ് ഇനഫ്. ഓക്കെ ശ്രീരാമേട്ടാ, നിങ്ങളുടെ വാക്കിനെ വിശ്വസിച്ച് ഹെഡ് ആൻഡ് ടെയിലിൽ ഞാൻ സമ്മതിച്ചല്ലേ? അതെ അതെ. ഡാ, അവള് ചെറിയ കുട്ടിയല്ലേ, നിനക്ക് സംസാരിച്ചൂടെ? സംസാരിക്കേ. അതേടാ, ഞാൻ തോറ്റു കൊടുക്കാം. ഇവളൊരിടത്തും തോറ്റു കൊടുക്കില്ലല്ലോ. അതുമല്ലാതെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നത് എനിക്ക് വിഷമമൊന്നുമില്ല. സുഖമാണോ? എന്നെ ഓർമ്മയുണ്ടോ? ഓ എടാ, നിങ്ങളുടെ നാട്ടില് സംസാരിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാ? ഹലോ, ഇങ്ങനെ മെലോ ഡ്രാമാറ്റിക്കായിട്ട് സംസാരിച്ച് ഇവളെ ഹേർട്ട് ചെയ്യലേ വെറുതെ. പാവം, അവൾ ഇപ്പൊ ഇങ്ങനെ വന്നല്ലേ ഉള്ളൂ. നീ ആദ്യം അവളുടെ മര്യാദയ്ക്കൊന്ന് സംസാരിച്ചേ. താങ്ക് യു ശ്രീരാമേട്ടാ, നിങ്ങൾ ഒരാളെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. വാ, സൂപ്പർ സീൻ. ഒരു ഫോട്ടോ എടുത്ത് വെച്ചോട്ടെ. എന്താടാ, നിന്റെ അന്യത്തി നിന്നെക്കാട്ടിലും മുന്നേ എനിക്ക് രാഖി എടുത്തിരുന്നതിന്റെ എന്തെങ്കിലും അസൂയ ഉണ്ടോ നിനക്ക് ചെറുതായിട്ട്? ഇവനാണെങ്കിൽ എന്നെ മനസ്സിലാക്കാൻ പോലും നിൽക്കത്തില്ല. എപ്പ സംസാരിച്ചാലും അപ്പ അടിയ. ആ സ്വഭാവം കൊണ്ട് എനിക്കിവനോട് സംസാരിക്കാൻ തന്നെ പേടിയാന്നേ. പക്ഷെ എന്ത് ചെയ്യാനാ, കൂടെപ്പിറപ്പായി പോയില്ലേ. അച്ഛനും അമ്മയും ഇല്ലാത്ത എനിക്ക് ഇവനല്ലേ എല്ലാം. എത്ര ദൂരത്താണെങ്കിലും ഏട്ടനെ പിരിഞ്ഞിരിക്കുന്നത് എനിക്കൊരു വിഷമം തന്നെയല്ലേ. ആശീർവാദം തായിട്ട. സോറി പാപ്പച്ചി. ദിസ് ഇസ് സോ സ്വീറ്റ്. അങ്ങനെ നിൽക്കുക, ഒരു മിനിറ്റ്. നൈസ്. സോറി ഒന്നും മതിയാവില്ല. രാഖി കെട്ടി തന്നെ എന്തെങ്കിലും തന്നേ മതിയാവും. തരാലോ, നിനക്ക് എന്താ വേണ്ടത് അതെല്ലാം തരാം. എന്റെ ഭാഗത്തുനിന്നൊരു റിട്ടേൺ ഗിഫ്റ്റ് തരാനില്ലേ? പക്ഷെ ഇപ്പൊ തരില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം തരാം. പക്ഷെ ആദ്യം ഞാൻ കൊടുക്കും. ഒന്നും വേണ്ട. നിങ്ങളെ പോലെ 2 ചേട്ടന്മാരെ കിട്ടിയത് എന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. അതിന് സകല ദൈവങ്ങൾക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മുത്തശ്ശൻ എങ്ങനെ നിന്നെ കണ്ടു കഴിഞ്ഞാ മുത്തശ്ശൻ ഒരുപാട് സന്തോഷമാവും. എസ്പെഷ്യലി മേമ സൂപ്പർ എക്സൈറ്റഡ് ആയിരിക്കും. നേരത്തെ ഞാൻ സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞതാ, പക്ഷെ നീയാണ് ആ സർപ്രൈസ് എന്ന് ഞാൻ പറഞ്ഞില്ല. വാ, വേഗം വേഗം. സിഹി, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല മോളെ. നോക്ക്, ഞാൻ വളരെ സേഫ് ആയിട്ടാ ഇത് എടുത്തു വെച്ചത്. എന്തിനാ സീതമ്മ ഇങ്ങനെ ചെയ്തേ? നല്ലതായിരുന്നല്ലോ. എന്റെ ഫ്രണ്ട് പറഞ്ഞിരുന്നു ഇത് പറിച്ചു കഴിഞ്ഞാ അവന് തിരിച്ചു കൊടുക്കണമെന്ന്. എനിക്കിത് കൊടുക്കണം കൊടുക്കണം കൊടുക്കണം. സിഹി, നീ ഓവറാക്കല്ലേ. എനിക്കതൊന്നും അറിയില്ല സീതമ്മ. എന്റെ ഫ്രണ്ടിന് കൊടുക്കണം കൊടുക്കണം കൊടുക്കണം. നീ പറയുന്നതൊന്നും നടക്കുന്ന കാര്യമല്ല സിഹി. പോയി കളിക്കാൻ നോക്ക്. സീതമ്മ, എന്നെ എന്തിനാ വഴക്ക് പറയുന്നേ? ഇത് പറിച്ചത് നീയല്ലേ? പ്ലീസ് സീതമ്മ. മോളെ, ഇറ്റ്സ് ഓക്കെ. ഞാൻ എന്തായാലും നാളെ ഓഫീസിലേക്ക് പോകുന്നുണ്ടല്ലോ, ഞാൻ കൊടുത്തോളാം. ഇങ്ങിതാ. ഇല്ല, എനിക്ക് എന്നെ കൊടുക്കണം. ഓക്കെ, നീ ഇന്ന് ഓഫീസിലേക്ക് വാ. എന്തായാലും നീ ഇടയ്ക്കിടയ്ക്ക് ഓഫീസിലേക്ക് വരുന്നതല്ലേ, നാളെ അതുപോലെ അങ്ങ് വാ. അപ്പൊ തീർന്നില്ലേ? സീതമ്മ, നാളെ ഞാൻ നിന്റെ കൂടെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. സിഹി, എനിക്ക് ഓഫീസിൽ ഒരുപാട് ജോലി ഉള്ളതാ. അയ്യോ, അവള് വന്നോട്ടെ. പ്രിയ, നിനക്കിതൊന്നും മനസ്സിലാവില്ല. അതിന് നിന്റെ പെർമിഷന്റെ ആവശ്യമൊന്നുമില്ല. മോളെ, നീ വിഷമിക്കണ്ട. ഞാൻ നാളെ രാവിലെ വന്ന് നിന്നെ പിക്ക് ചെയ്തോളാം. ഓക്കെ? താങ്ക് യു സോ മച്ച് പ്രീ. യു ആർ ദ ബെസ്റ്റ്. നാളെ എന്റെ ഫ്രണ്ടിനെ എനിക്ക് മീറ്റ് ചെയ്യാലോ.
സീത, എന്താടി? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഒന്നുമില്ല, പോ. അപ്പൊ എന്തോ കാര്യമുണ്ട്. നീ എന്താണെന്ന് പറ. സിഹി നമ്മുടെ ഓഫീസിലേക്ക് വരാതിരിക്കുന്നതാ നല്ലത്. നീ ആണെങ്കിൽ വരാനും പറഞ്ഞു. എനിക്കിനി ഒന്നും പറയാനും കഴിയില്ല. ഞാനാണെങ്കിൽ ഇത്രയും വലിയൊരു പ്രശ്നം കൊണ്ടാ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് അവൾ ഓഫീസിലേക്ക് വരുന്നത് എന്തോ വലിയൊരു പ്രശ്നമാണെന്നുള്ള രീതിയിലാണല്ലോ നീ പറയുന്നത്. പാവം, അവൾ അങ്ങോട്ട് വന്നോട്ടെ, അതിനെന്താ കുഴപ്പം? ഓഫീസിൽ ഇപ്പോ ഉള്ള തലവേദനകൾ പോരെ. സിഹിയും കൂടെ വന്നിട്ട് ഇനി വേറെ കാര്യങ്ങൾ പറയിക്കണോ? പറഞ്ഞോണ്ടിരിക്കുന്നവര് പറയട്ടെ. എനിക്ക് അശോക് സാറിന്റെ തോളിലുള്ള ആ കൈയുണ്ടല്ലോ, ആ കയ്യിലെ വളയെ കുറിച്ച് മാത്രം ഓർമ്മയുള്ളത്. അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തി എന്നെ സമാധാനിപ്പിക്കുന്നതിന് പകരം നീ ഒരു പ്രോബ്ലം അല്ലാത്തൊരു പ്രോബ്ലത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. അമ്മ പട്ടിണി കിടക്കുമ്പോ മോൾക്ക് കല്യാണം കഴിക്കണം അല്ലേ? എക്സാക്ട്ലി. ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാണ്. ബട്ട് എനിക്കിപ്പോ ആ വളയിട്ട കൈകളെ മോളൊരു പ്രശ്നമായിട്ടിരിക്കുന്നേ. നിന്റെ തലയിൽ അവന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാളും എന്തായാലും ഒരുമിക്കും. എന്തായാലും എല്ലാവർക്കും ഒരു പാസ്റ്റ് ഉണ്ടാവുമല്ലോ. അതൊന്നും ചെയ്യാൻ നിൽക്കരുത്. അത് ആരാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ എന്റെ തലച്ചോറ് തിന്നു തീർക്കും. മേമ, എല്ലാരും ഇവിടെ? ദേ ആരാ വന്നേ നോക്കിയേ. അഞ്ജു, എന്താ അവിടെ നിൽക്കുന്നേ? അകത്തേക്ക് വാ. മേമ, നേരത്തെ ഞാനൊരു സർപ്രൈസിന്റെ കാര്യം പറഞ്ഞില്ലേ? അത് മറ്റൊന്നുമല്ല, നമ്മുടെ അഞ്ജുദേ തിരിച്ചു വന്നിരിക്കുന്നു. മുത്തശ്ശ, സർപ്രൈസ് സർപ്രൈസ്. നാട് വിട്ടുപോയവള് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചെത്തി. മതി 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 വേണ്ട, മതി മതി മതി. എനിക്ക് മതി. അഞ്ജലി, ഇവിടുത്തെ ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട്? നിനക്ക് ഇഷ്ടപ്പെട്ടോ? ആ മേമ. ആ സാധന, പിന്നില്ലേ നമ്മുടെ വീടിന് മുമ്പിൽ ഒരു അനാഥ വന്ന് നിൽക്കുന്നില്ലേ? അതിന്റെ കൂടെ അവന്റെ അനിയത്തി ഉണ്ടല്ലോ. 2 ഭിക്ഷക്കാർ ഇവിടെ വല്ല ജോലി ഉണ്ടോന്നൊക്കെ ചോദിച്ച്. ബാക്കി വന്ന ഇത് അവർക്കും കൂടി കൊടുക്കണേ. ഭക്ഷണം വേസ്റ്റ് ആക്കാൻ നിൽക്കണ്ട. ഏയ്, നീ എന്താ കഴിക്കാതെ ചേട്ടന്റെ മുഖത്ത് നോക്കിയിരിക്കുന്നേ? ഭക്ഷണം കഴിച്ച് അവന്റെ മുഖത്ത് നോക്കിയിരുന്ന വിശപ്പ് മാറൂല. സാധന, വിളമ്പ്. പാപ്പാജി, എന്താ ഇതൊക്കെ? ഏട്ടാ, എനിക്ക് ഈ വീട്ടിൽ ഒരു വിധത്തിൽ നിൽക്കാനാവില്ല ഏട്ടാ. വാ ഏട്ടാ, നമുക്ക് ഇവിടുന്ന് പോവാം. എനിക്കതിന് കഴിയില്ല പാപ്പാജി. ഇത്രയൊക്കെ കേട്ടിട്ട് ഇവിടെ തന്നെ നിൽക്കാണോ? റാമിന് വേണ്ടി നിൽക്കണം. ഏട്ടാ, നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്തു വരാൻ പറ്റുമെങ്കിൽ മാത്രം എന്നെ അനിയത്തിയായിട്ട് കണ്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അനിയത്തിയുള്ള കാര്യം നിങ്ങൾ മറന്നേക്ക്. പാപ്പാജി, റാമും സൂരി എനിക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾ മറക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ വരില്ലേ? ശരി, എനിക്ക് സ്കോളർഷിപ്പ് ഓക്കെയാ. ഞാൻ അത് വെച്ച് പഠിച്ചോളാം. പാപ്പാജി, വാ അഞ്ജലി, വാ അശോക്,
അകത്തേക്ക് വരൂ. അഞ്ജലി, സുഖാണോ നിനക്ക്? സുഖമായിട്ടിരിക്കുന്നു മേമ. ഇവിടെ നല്ലൊരു കോളേജില് പൈസ എത്ര ചെലവായാലും കുഴപ്പമില്ല, പഠിപ്പിച്ചോളാന്ന് പറഞ്ഞ ഫ്രീ എഡ്യൂക്കേഷൻ തന്നെ മതി എന്നൊരു വാശിയാണല്ലേ? മേമ അത് ഇവൾക്ക് സ്കോളർഷിപ്പ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാനല്ല അയച്ചത് പഠിക്കാൻ. ഫ്രീ എഡ്യൂക്കേഷനേക്കാൾ ഇവളുടെ ബുദ്ധിക്കാ തൂക്കത്തിരി കൂടുതല്. അതെനിക്ക് മനസ്സിലാവും. എനിവേ, ഈ വീട്ടിൽ നീ എപ്പോ വന്നാലും നിനക്കൊരു സ്ഥാനം ഉണ്ടായിരിക്കും. അച്ഛാ, ഇത് കണ്ടോ ആരാ വന്നേന്ന്? മുത്തശ്ശ സുഖാണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പോ കരിങ്കല്ല് പോലെ നിൽക്കല്ലേ മോളെ. നീ എന്താ മോളെ, ഐ തിങ്ക് ഏതാണ്ട് 2 വർഷമായില്ലേ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്? സുഖാണോ? പിന്നെ പഠനം കഴിഞ്ഞോ? ആ മുത്തശ്ശ, ജോലിയും കിട്ടി. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം വാങ്ങി പോകാൻ കരുതി വന്നതാ. ആഹാ, കൺഗ്രാറ്റുലേഷൻ അഞ്ജലി മോളെ. നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയാ, സൂപ്പർ. എടാ അനിയ, ഈ ചോട്ടിച്ചാം കുട്ടിക്കാലം മുതലേ ഇങ്ങനെയാ. പഠിക്കുന്ന കാര്യത്തിൽ വലിയ തലയാവക്ക്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടാ എനിക്ക് ഇഷ്ടമുള്ള ജോലി എനിക്ക് കിട്ടിയത്. നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ട് ഞാൻ ഒരിക്കലും മറക്കില്ല. എന്ത് സപ്പോർട്ട്? എന്നും ഞങ്ങളുടെ സഹായം നിനക്കുണ്ടായിരിക്കും. അല്ല, നിങ്ങളോട് കാണിക്കേണ്ട സ്നേഹവും സപ്പോർട്ടും വേറെ ആരോട് കാണിക്കും ഞങ്ങള്? ഏയ് ചോട്ടിച്ചാം, എന്തായാലും നീ ഇപ്പൊ ഒരു ഡോക്ടറല്ലേ. കളിക്കടയിൽ എനിക്ക് എന്തെങ്കിലും ഇഞ്ചുറി പറ്റി കഴിഞ്ഞാ നീ എന്നെ ട്രീറ്റ് ചെയ്യണം കേട്ടോ. നിന്റെ കയ്യിൽ എന്റെ ആരോഗ്യം. ചേട്ടാ, അവളെ ആയുർവേദിക് ഡോക്ടറാ. ഓ അതെ, ചക്കര നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഇവിടെ തന്നെ നിന്നാ പോരെ? ചെറിയച്ച, എനിക്കൊരു ജോലി കിട്ടിയെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അവിടെ അടുത്ത് തന്നെ താമസിക്കാനായിട്ട് ഞാനൊരു PG ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്ത് PG-യോ? PG-യോ? ഞാനിവിടെ ഉള്ളപ്പോ നിനക്ക് എന്തിനാ PG? മുത്തശ്ശ, അതും ഇതൊന്നുമില്ല. നീ വന്നത് ഇങ്ങോട്ടാണെങ്കിൽ നീ ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ. അതല്ല, നിനക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അശോകന്റെ വീട്ടിൽ പോയി നിൽക്കാലോ. പക്ഷേ അവൻ ഇപ്പോഴുള്ള വീട്ടിലല്ല, വേറെ വീട്ടില്. ഡേയ്, നീ ഒന്നും പറയണ്ട. മുത്തശ്ശ, ഈ ഋഷിവൈര്യൻ ഞാൻ കൊടുത്ത വീട് വേണ്ടാന്ന് പറഞ്ഞേ. അത് നിനക്ക് തന്ന വീടല്ല, ദേശായ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ CEO-ക്ക് കൊടുക്കുന്ന വീടാ. നീയും അഞ്ജലിയും ആ വീട്ടിൽ തന്നെ നിൽക്കണമെന്ന് പറ മുത്തശ്ശ. എന്താടാ, എന്താ നിന്റെ പ്രശ്നം? ഇനി മുതലേ നിന്റെ വീട്ടിലൊരു പെൺകുട്ടിയും കൂടി ഉണ്ട്. ഉത്തരവാദിത്തം കൂടുതലായി. ഇനി എന്റെ കമ്പനിയിൽ നിന്ന് നിനക്കൊരു വീട് തന്നിട്ടില്ലേ, അവിടെ പോയി നിന്നോളം മര്യാദയ്ക്ക്. ദിസ് ഇസ് മൈ ഓർഡർ. അഞ്ജലി, എനിക്കിപ്പോ നല്ല സന്തോഷമായി മോളെ. ഭാർഗവി, ഇന്ന് ഭക്ഷണം ഗ്രാൻഡ് ആയിക്കോട്ടെ മോളെ. ഇനിയും പഠിക്കാനൊക്കെ ഉണ്ടോ? എടാ അനിയ, പുതിയ പ്ലെയർ എൻട്രി ആയി. ഇനി അടിപൊളിയായിട്ട് ഒരു ബാറ്റിംഗ് കാണാം. ഭാർഗവ്, അടിപൊളിയായിട്ട് പിച്ച് റെഡിയാക്കിക്കോ. ബാറ്റ് ചെയ്യാനുള്ളതാ. ഒന്നും മാറിയിട്ടില്ല ഇവിടെ. അന്നെങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഇപ്പോഴും. എന്തിനെ പറ്റി നീ പറയുന്നത്? വീട് തന്നെ മാറിയല്ലോ. വീട് ചിലപ്പോ മാറിയിട്ടുണ്ടാവും. മുത്തശ്ശന്റെ സ്നേഹം, എല്ലാവരുടെയും കെയർ, ഭാർഗവി മേമ. അവര് നാട് വിട്ടു പോയവളെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞപ്പോ ഏട്ടനെ എന്നെ വിളിച്ചെന്ന് കളവ് പറഞ്ഞത്. ആരോടും പറയാതെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്ത് പോയത് സത്യമല്ലേ? അവരുടെ ഭാഷയിൽ ചിലപ്പോ അത് നാട് വിട്ടു പോയവളായിരിക്കും. നീ എന്റെ പെങ്ങളാ പാപ്പച്ചി. നിന്നെ കുറിച്ച് ആരെങ്കിലും തഴന്താഴ്ത്തി സംസാരിക്കുന്ന എനിക്ക് കേട്ടു വെക്കാൻ കഴിയില്ല. കേട്ടു നിൽക്കാൻ കഴിയില്ലേ? നിങ്ങൾ ഇവിടെ ഓരോ സെക്കൻഡിലും അപമാനിച്ചുകൊണ്ടിരിക്കുക. ഒരക്ഷരം പോലും തിരിച്ചു പറയാറില്ലല്ലോ. നമുക്ക് ഈ ഡിസ്കഷൻ വേണ്ട പാപ്പച്ചി. നിനക്കറിയുന്നതല്ലേ ഞാൻ ആർക്ക് വേണ്ടി ഇവിടെ നിൽക്കുന്നതെന്ന്. ശ്രീരാമേട്ടൻ നിങ്ങൾക്ക് എങ്ങനെയാണോ എനിക്കും എന്റെ ചേട്ടൻ തന്നെയാ. ഞാൻ ഇന്ന് ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് ശ്രീരാമേട്ടന് വേണ്ടി മാത്രം. പക്ഷെ ഈ കുത്തുവാക്കും അപമാനവും ഒക്കെ
ഏട്ടൻ അനുഭവിക്കുന്ന പോലെ എനിക്ക് അനുഭവിക്കാൻ വയ്യ ഏട്ടാ. ഓഹോ, ചേട്ടന്റെ ഇത്രയും കോംപ്രമൈസ് ഒക്കെ തീരുമാനമായോ? അതൊക്കെ വിട്. നോക്കഞ്ചു, നീ PG-യിലൊക്കെ പോയി താമസിക്കാൻ ആഗ്രഹിച്ചു കാണും. പക്ഷെ അതിനൊന്നും നിനക്ക് ഇവിടെ പെർമിഷനേ ഇല്ല. ഒന്നുകിൽ നിനക്ക് ഈ വീട്ടിൽ നിൽക്കാം, അല്ലെങ്കിൽ നിനക്ക് കമ്പനി കൊടുത്ത അശോകിന്റെ ആ വീട്ടിൽ നിൽക്കാം. എവിടെ നിൽക്കണമെന്ന് നീ തീരുമാനിച്ചോ. നിങ്ങളുടെ മനസ്സില് എനിക്കും എന്റെ ഏട്ടനും ഒക്കെ ഇത്രയും വലിയ സ്ഥാനം തരുമ്പോ ഈ വീടൊക്കെ തരേണ്ട കാര്യമുണ്ടോ? എനിക്ക് നിങ്ങളുടെ വിശ്വാസം മാത്രം മതി ഏട്ടാ, വേറൊന്നും വേണ്ട. എന്തൊക്കെയാണ് വിളി പറയുന്നേ? അപ്പൊ ഇവക്ക് വീടും കൂടിയൊന്നും വേണ്ടേ? ശ്രീരാമേട്ട, എന്റെ ഡ്രീം എന്താണെന്ന് അറിയോ? കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഒരു ജീവിതം ഉണ്ടാക്കണം. എന്റെ 2 ചേട്ടന്മാരും സൂപ്പർ അടിയെന്ന് പറയണം. ഇവിടെ നിന്നാ ഈ ലക്ഷറി ലൈഫൊക്കെ ശീലമായ പിന്നെ അച്ചീവ് ചെയ്യാൻ മടിയാവും. എല്ലാം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ കഷ്ടപ്പെടുന്നേന്ന് തോന്നിപ്പോ. അതുകൊണ്ട് ഞാൻ PG-യിൽ തന്നെ നിന്നോളാം. നോ വേ. നീ എന്തിനാ PG നിൽക്കുന്നേ? പ്ലീസ് ഏട്ടാ, എന്റെ സ്വപ്നം അത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വന്തം കാലിൽ നിക്കണമെന്നുള്ളതാ എന്റെ ആഗ്രഹം. വേണ്ടെന്ന് പറയണ്ട. ഇത്രയും ചെറിയ പ്രായത്തിൽ സച്ച് എ വൈസ് തോട്ട്. ഐ എം പ്രൗഡ് ഓഫ് യു അഞ്ജു. ശരി, നീ പറഞ്ഞ പോലെ തന്നെ ആവട്ടെ. പക്ഷെ 1 കണ്ടീഷൻ. ഈ 2 ചേട്ടന്മാരെയും വിട്ട് നീ എങ്ങോട്ടും പോവില്ലാന്ന് പ്രോമിസ്. എന്റെ ഇഷ്ടത്തിന് എന്നെ ജീവിക്കാൻ അനുവദിച്ചാ പിന്നെ ഞാൻ എങ്ങോട്ട് പോവാനാ? പ്രോമിസ്. ഒരു ചിക് 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 ചിറകിൽ മഴവിൽ ചേച്ചി, ഭക്ഷണമൊക്കെ റെഡിയാ. ആ, റെഡിയായോ? എന്നാ ഇപ്പൊ തന്നെ ബാറ്റ് ചെയ്യാൻ ഞാനും റെഡിയാ. സാധന, നീ ഒരു കാര്യം ചെയ്യേ. ആദ്യം നീ അശോകിനെയും ആ ചോട്ടി ചാമ്പനെയും വിളിക്കേ. അവർക്ക് എന്തോ ഒരു പേടി പോലെയുണ്ട്. ആദ്യം അവര് 2 പേരും കൂടെ പിച്ചിലോട്ടൊന്ന് ഇറങ്ങട്ടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ബാറ്റിങ്ങിന് ഇറങ്ങിക്കോളാം. ശരി, വിളിക്കേ. എന്താ ഭാർഗു, എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? അതിഥി സൽക്കാരം അടിപൊളിയാകുന്നുണ്ടല്ലോ. വംശപാരമ്പര്യമായിട്ട് കിട്ടിയതായിരുന്നോ? അല്ല ഭാർഗു, ഇപ്പോ ഇവിടെ എന്തുണ്ടായിട്ടാ? അവര് 2 പേരും വലിയ ഗസ്റ്റ്. അവര് വരുമ്പോ നമ്മൾ എല്ലാവരും കൂടി അവർക്ക് അതിഥി സൽക്കാരം നടത്തണോ അല്ലേ? എച്ചില് തിന്നും വളർന്ന അവർക്ക് ഈ വീട്ടില് രാജമര്യാദ. ഓ, അങ്ങനെ. അല്ല ഭാർഗു, ഒരു ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിന് വേണ്ടി ഇത്രയും ചിന്തിക്കാറുണ്ടല്ലേ? ഇത്ര ചീപ്പായിട്ടൊന്നും ചിന്തിക്കാൻ പാടില്ല കേട്ടോ. ഒട്ടും ശരിയല്ല, മോശം മോശം. ചീപ്പ് ഈ ഞാൻ. ഇതെന്നോട് പറയുന്നതിന് മുമ്പ് ഈ വീട്ടിലെ നിന്റെ സ്ഥാനം എന്താണെന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്ക് നീ. ഞാൻ സംസാരിക്കുന്നത് വെറും ഭക്ഷണത്തെക്കുറിച്ച് മാത്രമല്ല വിശ്വ. നിനക്കിതൊരു ചെറിയ കാര്യമായിരിക്കും, പക്ഷെ എനിക്കതല്ല. അല്ല ഭാർഗു, ഇതിനിപ്പോ എന്താ ഇവിടെ ഉണ്ടായത്? അത് നീ പറ. നിങ്ങൾക്കറിയില്ല? ഓഫീസ് പ്രോപ്പർട്ടി എന്നുള്ള പേരില് നമ്മുടെ ഒരു വീട് തന്നെ ആ ബെഗറിന് കൊടുത്തിട്ടുള്ളൂ. ആ പ്രോപ്പർട്ടി 6000 സ്ക്വയർ ഫീറ്റ് ആണ് വിശ്വ. അല്ല ഭാർഗു, അശോകനിപ്പോ നമ്മുടെ കമ്പനിയുടെ CEO അല്ലേ? ഇങ്ങനെ നിങ്ങളുടെ അച്ഛൻ, നമ്മുടെ വീട്ടിലെ ദാനശൂര കർണൻ, ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു വീടും കൂടി ചിലപ്പോ വെച്ചു കൊടുക്കുമായിരിക്കും. ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാ അതിന് 100,000 ചോദ്യങ്ങളും. എന്താ, എന്തിനാ, എന്തിനു വേണ്ടിയാ? അതും പോരാഞ്ഞിട്ട്
പെർമിഷന് വേണ്ടി ആ രാമന്റെ മുന്നിൽ പോയി തല കുനിച്ച് നിൽക്കണം. നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആ സീതയുടെ വീട് രാമൻ ലേലത്തിലാ പിടിച്ചെടുത്തിരിക്കുന്നത്. ബിസിനസ്സിൽ എപ്പോഴും ട്രാൻസ്പെറൻസി ഉണ്ടാവണമെന്ന് നിങ്ങളുടെ അച്ഛൻ എപ്പോഴും പറയാറില്ലേ? എന്താ ഈ റൂൾസ് ഒന്നും ആ രാമന് പറ്റില്ലേ? നിനക്ക് ഇതിനെ കുറിച്ചൊന്നും തോന്നിയതേ ഇല്ലല്ലേ? തോന്നിയതാണ് ഭാർഗു, തോന്നിയായിരുന്നു എനിക്ക്. പക്ഷേ തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഒരു കാരണം കൊണ്ടും ഞാൻ എന്റെ മോനെ നിന്നെ പോലെയാക്കാൻ സമ്മതിക്കില്ല. Bloody loser. എന്റെ മകൻ എന്നെ പോലെ നല്ലൊരു പ്ലെയർ ആയിട്ടുണ്ടാവില്ലായിരിക്കാം, പക്ഷെ നിന്നെ പോലെ ഒരിക്കലും ഒരു മാച്ച് ഫിക്സർ ആയിരിക്കില്ല. ഞാൻ പറഞ്ഞതൊന്ന് ഫോളോ ചെയ്ത് നോക്ക്, എത്ര വേഗം ശരിയാവുന്നറിയോ? മതി മതി. അയ്യോ എന്റെ കുട്ടി, നീ പറഞ്ഞു ശരിയാക്കി. അയ്യോ അഞ്ജലി, നീ എന്തിനാ അച്ഛനെ പിടിക്കാൻ വന്നേ? ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഭാർഗവി, എനിക്കുള്ള ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് എവിടെയൊക്കെയാ വേദനയുള്ളതെന്ന്. വീട്ടിക്കല്ലേ ഉള്ളു. ആവാതെ പിന്നെ അവൾ ആരുടെ അനിയത്തിയാ? ബുദ്ധിയുള്ള ചേട്ടന്റെ ബുദ്ധിയുള്ള പെങ്ങള്. അഞ്ജലി, നീ ഇനി മുതൽ ഇവിടെ തന്നെ നിന്നാ മതി. അച്ഛനും ഒരു കൂട്ടാവുമല്ലോ. അതുപോലെ അച്ഛനെ നിന്നോട് എല്ലാം ചോദിച്ച് ആരോഗ്യവും നല്ലപോലെ നോക്കാൻ പറ്റും. അവൾ അങ്ങോട്ട് പോവാനാ? അവൾ ഇവിടെ തന്നെ നിൽക്കും. എന്താ അച്ഛാ, ഇനിയിപ്പോ അവൾക്ക് ഓൾറെഡി ഒരു ക്ലിനിക്ക് വെച്ചു കൊടുക്കാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ടോ നിങ്ങള്? അപ്പോ നീ അതിനുള്ള ബിൽഡിംഗ് നോക്കിയില്ലേ? ഇനിയിപ്പോ അത് വാങ്ങി വെച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. മേമ, ആക്ച്വലി നൈസ് ഐഡിയ. ഐ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ആദ്യം ഭക്ഷണം കഴിക്കാം. ഓക്കേ.